Hello everyone and welcome back to my YouTube channel Digital Diaries of Lena. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് മാർക്കിനെ പറ്റിയും റാങ്ക് ലിസ്റ്റിനെ പറ്റിയാണ്. എന്താണ് ഇൻഡെക്സ് മാർക്ക്, എങ്ങനെയാണ് നമ്മൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ഇൻഡെക്സ് മാർക്ക്, പിന്നെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഈ റാങ്ക് ലിസ്റ്റിന്റെ ടൈ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. LBS നമ്മൾ BSc നഴ്സിംഗിനും അതേപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിനും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാർക്ക് വെച്ചിട്ട് 300-നകത്ത് ഇത്ര മാർക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഇതിന്റെ ബേസിസിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റ് മെറിറ്റിന്റെ റാങ്ക് ലിസ്റ്റും കാണും, പിന്നെ ഓരോ കാറ്റഗറിയുടേതായിട്ടുള്ള റാങ്ക് ലിസ്റ്റും കാണും. ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഈ റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിലാണ് കേട്ടോ നമുക്ക് ഓരോ കോഴ്സസിലോട്ടും അഡ്മിഷൻ കിട്ടുന്നത്. ഇൻഡെക്സ് മാർക്ക് നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ +2ന്റെ മാർക്കാണ് നമ്മൾ എടുക്കുന്നത്. +2ന്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാർക്കെല്ലാം 120-നായിരിക്കും ഓരോ സബ്ജക്റ്റിന്റെ മാർക്ക് നമുക്ക് വരുന്നത്. ഫിസിക്സ് 120, ബയോളജി 120, കെമിസ്ട്രി 120. അപ്പൊ ഈ 120-ല് നമുക്ക് കിട്ടിയ മാർക്ക് ഉണ്ടാവുമല്ലോ, ആ മാർക്ക് എല്ലാം കൂടി ആഡ് ചെയ്യണം. ഈ 3 സബ്ജക്റ്റിലും നമുക്ക് 120 കിട്ടിയ നമ്മുടെ മാർക്ക് ആഡ് ചെയ്തിട്ട് അതിന് 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട് ഓഫ് 300 നമുക്ക് എത്രയെങ്കിലും ഒരു മാർക്ക് കിട്ടും. അതാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ഇനി ബാക്കി CBSE ICSE ഉള്ളവർക്കൊന്നും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. കാരണം അവരുടെ ഓരോ സബ്ജക്റ്റും നടക്കുന്നതെന്ന് പറഞ്ഞാൽ 100 മാർക്കിലാണ്. 100 ആകുമ്പോൾ അവർക്ക് ഡയറക്റ്റ് മാർക്ക് ആഡ് ചെയ്യുമ്പോൾ 300-ല് നേരെ ഇൻഡെക്സ് മാർക്ക് കിട്ടും. പക്ഷെ സ്റ്റേറ്റ് സിലബസിൽ ഓരോ സബ്ജക്റ്റ് 120-നാവുന്നതുകൊണ്ട് തന്നെ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 360 കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ഒരു നോർമലൈസേഷൻ പ്രൊസീജിയർ ഒക്കെ വന്നിട്ട് 300-ലാക്കുന്നത്. അതിനാണ് ഈ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ICSE CBSE ഒന്നും 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട, അവർക്ക് ഡയറക്റ്റ് അവരുടെ 3 സബ്ജക്റ്റിന്റെ മാർക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇൻഡെക്സ് മാർക്ക് കിട്ടും. സ്റ്റേറ്റ് സിലബസിലുള്ളവരാണെങ്കിൽ അവരുടെ മാർക്കിന്റെ കൂടെ ഒരു 1.2 കൂടി ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഫിസിക്സിന് 120-ൽ 110 മാർക്കാ കിട്ടിയെന്ന് വെച്ചോ, കെമിസ്ട്രിക്കും 120-ന് 110 മാർക്കാ കിട്ടിയെന്ന് വെച്ചോ, ബയോളജിക്കും 120-ന് 110 മാർക്കാ കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ 3 സബ്ജക്റ്റും കിട്ടിയ മാർക്ക് 110 അല്ലേ. അപ്പൊ 110 + 110 + 110 എത്രയോ ഒരു സംഖ്യ നമുക്ക് കിട്ടി. അതിനെ ഡിവൈഡഡ് ബൈ 1.2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 300-ല് ഇത്ര എന്ന് പറഞ്ഞു കിട്ടും. അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് ഉണ്ടല്ലോ, ഈ ഇൻഡെക്സ് മാർക്കിന്റെ ബേസിസിൽ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നമ്മുടെ LBSന്റെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് അലോട്ട്മെന്റ് കിട്ടത്തുള്ളൂ. ഇൻഡെക്സ് മാർക്ക് ഉള്ളവരാണെങ്കിൽ അവരുടെ റാങ്ക് എങ്ങനെ തീരുമാനിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ കുറെ ടൈ ബ്രേക്കിംഗ് റൂൾസ് ഉണ്ട്. ഇപ്പൊ 2 പേർക്ക് ഒരേ ഇൻഡെക്സ് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈ ബ്രേക്കിംഗ് റൂൾ ആണ് അവരുടെ +2-ലെ ബയോളജിയുടെ മാർക്ക് നോക്കും. ആർക്കാണ് കൂടുതൽ മാർക്ക് എന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് കൊടുക്കും. ഇനി ബയോളജിയുടെ മാർക്ക് 2 പേർക്കും സെയിം ആണെന്നുണ്ടെങ്കിൽ അടുത്ത നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ +2-ലെ കെമിസ്ട്രിയുടെ മാർക്കാണ്. ഇനി കെമിസ്ട്രിയുടെ മാർക്ക് ആർക്കാണോ കൂടുതൽ അവർക്ക് ഫസ്റ്റ് കൊടുക്കും. ഇനി കെമിസ്ട്രിയുടെ മാർക്ക് അവർക്ക് ടൈ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ +2-ന്റെ ഫിസിക്സിന്റെ മാർക്കാണ്. ഫിസിക്സിന്റെ മാർക്ക് വെച്ചിട്ട് ആർക്കാണോ കൂടുതൽ മാർക്ക് അവർക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നതാണ്. ഇനി ഫിസിക്സിന്റെ മാർക്ക് അവർക്ക് ടൈ ആണെന്നുണ്ടെങ്കിൽ +1-ലെയും +2-ലെയും ടോട്ടൽ മാർക്കിന്റെ പെർസെന്റേജ് എടുക്കും. അതേപോലെ തന്നെ +2-ലെ ഇംഗ്ലീഷിന്റെ മാർക്കിന്റെ പെർസെന്റേജ് എടുക്കും. ഇതിന്റെ ബേസിസിൽ ആരാണ് ഫസ്റ്റ് എന്ന് നോക്കും. എന്നിട്ട് ഫസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് ആദ്യത്തെ പൊസിഷൻ കൊടുക്കും. ഇനി ഇതിലും ടൈ ആണെന്നുണ്ടെങ്കിൽ അവസാനിക്കുന്ന ഒരു കാര്യമാണ് ഏജ് എന്ന് പറയുന്നത്. ഇപ്പോഴാണ് അവർ +2 പഠിച്ചിറങ്ങിയ വർഷം എന്ന് നോക്കും. +2-ന്റെ പാസ് ഔട്ട് ഇയർ ആർക്കാണോ കൂടുതൽ അവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഈ ബേസിസിലാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻഡെക്സ് സ്കോറിന്റെ വെച്ചിട്ട് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റിലെ ടൈ എല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു ബേസിസിലാണ്. ഇനി ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത റാങ്ക് ലിസ്റ്റ് ആദ്യം ഒരു ട്രയൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. 2 റാങ്ക് ലിസ്റ്റ് വരും കേട്ടോ. റാങ്ക് ലിസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗിനും മറ്റ് പാരാമെഡിക്കൽ കോഴ്സിനും എക്സെപ്റ്റ് BASLP-ക്ക് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ ഈ 2 റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതാ ആ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുക. നിങ്ങൾ ഓൾറെഡി ഒരു ഇൻഡെക്സ് സ്കോർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ സ്കോർ ഒക്കെ നോക്കാം. നമുക്ക് അതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്യാം. ഒരു സ്പെസിഫിക് ടൈം പീരീഡ് തരും. ആ ടൈം പീരീഡിനുള്ളിൽ അത് എവിടെയാ വിളിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അപ്പൊ അവർ പുറത്തു വിടും. അവിടെ പോയി നമുക്ക് കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്, നമുക്ക് എന്തെങ്കിലും അതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ അവര് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് രണ്ടാമത് അവർ പ്രസിദ്ധീകരിക്കും. അതിന്റെ ബേസിസിലാണ് നമുക്ക് അലോട്ട്മെന്റ് എല്ലാം കിട്ടുന്നത്. ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും റാങ്ക് ലിസ്റ്റിന്റെ ടൈ ബ്രേക്കിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.